Hi friends, welcome to Sakshi Kitchen. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈവനിംഗ് സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഞാൻ തയ്യാറാക്കുന്നത് ചെറുപയർ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. സ്നാക്സിനായിട്ട് ഞാൻ ഇവിടെ 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം കുതിർത്തെടുത്ത പയറാണ്. ഇത് 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കുക. കുതിർന്നതിന് ശേഷം വെള്ളം കളഞ്ഞെടുക്കുക. അങ്ങനെ ചെയ്തെടുത്ത പയറാണിത്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതിന്റെ പകുതി പയർ നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും 4-5 വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് അരച്ചെടുക്കണം. ഒരുപാട് മഷി പോലെ അരക്കരുത്, തരിതരിപ്പായിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ. പരിപ്പ് വടയ്ക്ക് അരയ്ക്കുന്ന രീതിയില്ല, അതുപോലെ അരച്ചെടുക്കുക. പിന്നെ അരയ്ക്കുമ്പോഴും ഒട്ടും തന്നെ വെള്ളം ഇതിൽ ഉപയോഗിക്കരുത്. അപ്പം ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം കേട്ടോ അരച്ചെടുക്കാൻ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് അരച്ചെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 3-4 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഒരുപാട് അങ്ങ് പൊടിക്കരുത്, ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, കറിവേപ്പില ഇത്രയും കൂടി ഇട്ടിട്ടൊന്ന് ചതച്ചെടുക്കണം. ചെറിയ ഉള്ളി ഞാനിവിടെ 10-12 എടുത്തിട്ടുണ്ട്. ഇത് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് അരഞ്ഞു പോവരുത്. ഇനി ഇത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പയറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്, പിന്നെ ആവശ്യത്തിന് കായപ്പൊടി, കുറച്ച് പെരുംജീരകം, പിന്നെ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇനി ഇത് നല്ലോണം കൈകൊണ്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ പരിപ്പുവടയുടെ ഷേപ്പിൽ ഇത് ആക്കിയെടുക്കണം. എന്നിട്ട് എണ്ണയിലിട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ എണ്ണ വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ മാവ് എടുത്തിട്ട് പരിപ്പുവടയുടെ ഷേപ്പിലാക്കിയിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കാം. ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. ഫ്ലെയിം കൂട്ടി വെക്കരുത്. ചെറുപയറല്ല, അത് വെന്ത് വരാൻ കുറച്ച് സമയം എടുക്കും. ഇനി ഇത് തിരിച്ചു മറിച്ചു ഇട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്ത് വന്നിട്ടുണ്ട്, കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ചെറുപയർ വെച്ചിട്ടുള്ള വട തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റിയാണ്. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ തന്നെ ഷെയറും ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.